എന്നായിരുന്നു താരതളിക്കൽ. അതെന്താണെന്നല്ലേ, പമ്പ റേഞ്ചിൽ ജോലിക്കെത്തുന്നത് വരെ എനിക്കും ഈ പേര് പരിചിതമേ അല്ലായിരുന്നു. വർഷം മുഴുവൻ കർശന നിയന്ത്രണങ്ങളോടെ അടച്ചിടുന്ന അതീവ സംരക്ഷണ പ്രാധാന്യമുള്ള പെരിയാർ ടൈഗർ റിസർവിലെ അഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള 18 കിലോമീറ്റർ കാനനപാത, അയ്യപ്പന്റെ പൂങ്കാവനം വൃശ്ചിക 1 മുതൽ മകരവിളക്ക് വരെ മാത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകും. 324 ദിവസത്തെ കഠിന തപസ്സിന് ശേഷം ഉണരുന്ന തപസ്വിയെ പോലെ അയ്യന്റെ പൂങ്കാവനമായ പെരിയാർ ടൈഗർ റിസർവ് ഉണർന്ന് ഈ 41 ദിവസം ലോകത്തിന്റെ വിവിധ കോണിൽ നിന്നുള്ള ഭക്തർക്ക് അയ്യപ്പ പാദത്തിലേക്ക് വഴിയൊരുക്കും. അതിന്റെ ഭാഗമായി മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപായി വനം വകുപ്പും SAPDC അഥവാ സ്വാമി അയ്യപ്പൻ പൂങ്കാവന പുനരുദ്ധാരണ സമിതി ADC അംഗങ്ങളും നാട്ടുകാരും എല്ലാം ചേർന്ന് എല്ലാ വിശ്വാസങ്ങളെയും മാനിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങാണ് താരതളിക്കൽ. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് കാനനപാത കാൽനടയ്ക്ക് യോഗ്യമാക്കുന്ന ചടങ്ങ്. സ്റ്റാഫും ജനങ്ങളും ചേർന്ന് വിളക്ക് കൊളുത്തി ആരംഭിക്കുന്ന ചടങ്ങിൽ അടിക്കാടുകളും പുല്ലും വഴിയിൽ വീണുകിടക്കുന്ന മരച്ചില്ലകളും മാറ്റി കുത്തനെയുള്ള ഇറക്കങ്ങളിൽ കൈപിടികളും സുരക്ഷാ ബോർഡുകളും സ്ഥാപിച്ച് പുഴകൾ കടക്കുന്നതിന് കല്ലുകളും മണൽ നിറച്ച ചാക്കുകളും ഇട്ട് താൽക്കാലിക വഴിയൊരുക്കി ഭക്തർക്ക് സുരക്ഷിതമായും സൗകര്യപ്രദമായും യാത്ര ചെയ്യുന്നതിനുള്ള വഴിതെളിക്കും. കൈമൈ മറന്ന് എല്ലാവരും ഒന്നായി നിൽക്കുന്ന ഒരു ദിവസം. വനം വകുപ്പും പൊതുജനങ്ങളും ഒന്നായി നിന്നുകൊണ്ട് നടത്തുന്ന ഈ ചടങ്ങ് ഒത്തൊരുമയുടെ ആഘോഷം കൂടിയാണ്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആരംഭിച്ചും ശരണം വിളിച്ചും ഭക്തിപൂർവ്വം നടത്തുന്ന ഈ ചടങ്ങ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള കർത്തവ്യം ഏറ്റവും ഭംഗിയായി ചെയ്യാൻ വനം വകുപ്പ് ശ്രദ്ധിക്കാറുണ്ട്. അതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ SAPDC അംഗങ്ങൾ വഴിയിലുടനീളം നടത്തുന്ന 300ഓളം സേവന കേന്ദ്രങ്ങളും വന്യമൃഗങ്ങളിൽ നിന്ന് ഭക്തരെ രക്ഷിക്കാൻ എക്കോ ഗാർഡുമാരും അടിയന്തര വൈദ്യസഹായവുമൊക്കെ സദാസമയവും സജ്ജമായിട്ടുണ്ട്. ഓരോ ദിവസവും രാവിലെ കാനനപാത വഴി ഭക്തരെ കടത്തിവിടുന്നതിന് മുൻപായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം ആദ്യം തന്നെ പാതയിലൂടെ പോയി വന്യമൃഗങ്ങളോ മറ്റു തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം അവസാനം പോകുന്ന ഭക്തരെ സുരക്ഷിതമായി അടുത്ത താവളം വരെ എത്തിക്കുക എന്നുള്ള കടമയുമുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന അഴുതക്കടവും കല്ലിടാങ്കുന്നും വള്ളിത്തോടും വെള്ളാരംചെട്ടിയും പുതുശ്ശേരിയും കരിമലയും വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് ഭക്തരെ അയ്യന്റെ മുൻപിൽ എത്തിക്കുക എന്നുള്ളത് കേവലം തൊഴിൽ മാത്രമായല്ല, അപൂർവമായി കിട്ടുന്ന ഒരു അനുഗ്രഹം കൂടിയായിട്ടാണ് ഇവിടെയുള്ള ഓരോ വനംവകുപ്പ് ജീവനക്കാരും കാണുന്നത്.